എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ISL 11ാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ 20ാം മത്സരത്തിലാണ് നാളെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളിയായിട്ട് വരുന്നത്. നാളെ വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കി നിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാളെയും ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മോഹൻ ബഗാനും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും കഴിഞ്ഞ മത്സരം വിജയിച്ചിട്ടാണ് എത്തുന്നത്. പഞ്ചാബിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത ആത്മവിശ്വാസത്തിലാണ് മോഹൻ ബഗാൻ എത്തുന്നതെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ചെന്നൈയിൻ FCയെ 1-നെതിരെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എത്തുന്നത്. എന്തായാലും ഇരു ടീമുകളും ഏറ്റുമുട്ടുമ്പോൾ വാശിയേറിയ ഒരു പോരാട്ടം തന്നെ നാളെ കൊച്ചിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരമായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും ഈ സീസണിലെ ആദ്യപാദ മത്സരത്തിൽ കൊൽക്കത്തയിൽ വെച്ച് 2-നെതിരെ 3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കണക്ക് വീട്ടാൻ അല്ലെങ്കിൽ ഒരു പക വീട്ടാൻ കൂടിയുള്ള മത്സരമായിരിക്കും നാളെ മോഹൻ ബഗാനെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാളെ മോഹൻ ബഗാനെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്നത് ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സും തമ്മിൽ എത്ര മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആകെ 8 മത്സരങ്ങളാണ് ഇരു ടീമുകളും മുഖാമുഖം കളിച്ചിട്ടുള്ളത്. അതിൽ 6 വിജയവും നേടിയെടുത്തിട്ടുള്ളത് മോഹൻ ബഗാനാണ്. ഒരെണ്ണത്തിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും അതുപോലെ തന്നെ ATK മോഹൻ ബഗാൻ ആയതിനു ശേഷമുള്ള കണക്കാണ്. ATK ആയിരുന്നപ്പോഴുള്ള കണക്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ATK മോഹൻ ബഗാനും അതുപോലെ തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയതിനു ശേഷമുള്ള മത്സരത്തിൻ്റെ കണക്കാണത്. 8 മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ 6ലും മോഹൻ ബഗാനാണ് വിജയിച്ചത്. ഒരെണ്ണത്തിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തോറ്റ കാര്യം എടുക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് 6 മത്സരത്തിലും മോഹൻ ബഗാൻ 1 മത്സരത്തിലും തോറ്റു. അതുപോലെ തന്നെ ഒരു മത്സരം സമനിലയിലും കലാശിച്ചിട്ടുണ്ട്. കൂടാതെ ഗോളുകളുടെ കാര്യത്തിൽ മോഹൻ ബഗാൻ ഒരു വലിയ മുൻതൂക്കമുണ്ട്. 21 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ മോഹൻ ബഗാൻ നേടിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിനാവട്ടെ വെറും 13 ഗോളുകൾ മാത്രമാണ് മോഹൻ ബഗാനെതിരെ നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്നാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രധാനമായും 2 മാറ്റങ്ങളോട് കൂടിയായിരിക്കും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്ന് തന്നെയാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ ഗോൾ കീപ്പറെ നമ്മൾ കമൽജിത്ത് സിംഗിനെയാണ് നാളത്തെ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഗോൾ കീപ്പറാണ് കമൽജിത്ത് സിംഗ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ. എന്തായാലും എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ സച്ചിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾ കീപ്പർ തന്നെയാണ് കമൽജിത്ത്. അതുകൊണ്ട് തന്നെ കമൽജിത്തിനെ നാളെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ മാറ്റങ്ങൾക്കൊന്നും നിലവിൽ സാധ്യതകൾ കാണുന്നില്ല. എന്തായാലും ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ മിലോസും അതുപോലെ തന്നെ ഹോർമിപ്പാമും തന്നെ അവിടെ സെൻറ്റർ ബാക്ക് സ്ഥാനത്ത് തുടരും. റൈറ്റ് ബാക്കിൽ സന്ദീപും അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവൂച്ചയും തുടരും. അതുപോലെ തന്നെ ഇനി മിഡിലേക്ക് എത്തുകയാണെങ്കിൽ 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ലൂണ അവിടെ തന്നെ തുടരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ലൂണ അടുത്ത മത്സരത്തിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടായിരിക്കും കളിക്കുക എന്നാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ പുരുഷോത്തമൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലൂണെ നമുക്ക് ഡിഫൻസീവ് മിഡ്ഫീൽഡറായി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവിടെ കഴിഞ്ഞ മത്സരത്തിൽ ലൂണയോടൊപ്പം കളിച്ചത് ഡാനിഷ് ഫറൂഖ് ആയിരുന്നെങ്കിൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ നമുക്കവിടെ ഫ്രെഡിയെ പ്രതീക്ഷിക്കാം. ഫ്രെഡിക്ക് കഴിഞ്ഞ മത്സരം സസ്പെൻഷൻ കാരണം കളിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രെഡിയെ നമുക്ക് നാളത്തെ മത്സരത്തിൽ അവിടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇനി 2 വിങ്ങേഴ്സായി കളിക്കുക അമാവിയും അതുപോലെ തന്നെ കോറൂസിങ്ങുമായിരിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. നോവാസദോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ സ്ഥാനത്ത് അമാവിയെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നമുക്ക് ക്വാമെ പെപ്രയും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരു സ്ട്രൈക്കറായി നമുക്ക് വേണ്ടി കളിക്കുക ജീസസ് സ്റ്റീവനസ് ആയിരിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ ലൈനപ്പിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈനപ്പ് എന്തായാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ മത്സരത്തിലെ സ്കോർ എന്ന് പ്രവചിക്കാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ.